ഇന്ത്യയിലെ ഒട്ടമാനെ വളരെയധികം ഫാൻ ബേസുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളുടെ രേണുസുതി. സുധിച്ചേട്ട ഞാൻ എത്തി. അപ്പോഴും സുധിച്ചേട്ടനെ ഓർത്തുകൊണ്ട് പലരും സോഷ്യൽ മീഡിയയിൽ വളരെയധികം ഇകഴ്ത്തിക്കെട്ടുന്ന ഒരു വ്യക്തിയാണ് രേണുസുതി. അപ്പോൾ നമ്മുടെ സുധിച്ചേട്ടൻ മരണപ്പെടുന്നതിന് മുമ്പ് രേണു ചേച്ചിയെ ബിഗ് ബോസിൽ എത്തിക്കുക, അവിടെ വിന്നറാക്കുക എന്നൊരു ആഗ്രഹം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആദ്യപടിയായിട്ടാണ് ഇങ്ങനെ രേണു ചേച്ചി ബിഗ് ബോസിലേക്ക് കാലെടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ രേണു ചേച്ചിയെ സപ്പോർട്ട് ചെയ്യുക, കൂടെ നിൽക്കുക. സെക്കൻഡിനുള്ളിൽ തലവേദന വരികയും സെക്കൻഡിനുള്ളിൽ തലവേദന മാറിപ്പോണം എങ്ങനെയെന്ന് മാത്രമേ ഞങ്ങൾ ചോദിച്ചോളൂ. കാണിക്കുന്ന പോലെ തലവേദനയും അസുഖങ്ങളൊക്കെ എല്ലാവർക്കും വരാം. അപ്പോൾ അതിനെയൊക്കെ ഒരു ഇതാക്കി എടുക്കുക എന്ന് പറയുന്നത് ചിലരുടെ വോട്ട് ഇതിനു വേണ്ടിയായിരിക്കും. അപ്പോൾ ഞങ്ങളുടെ രേണു ചേച്ചിക്കാണെങ്കിൽ എപ്പോഴും തലവേദനയായിരിക്കും. തലവേദന എന്ന് പറഞ്ഞാൽ തലവേദന കൊണ്ട് ചിലപ്പോൾ തല വരെ പൊളിഞ്ഞു പോകുന്ന തലവേദനകൾ വരെ ഞങ്ങളുടെ രേണു ചേച്ചിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതെല്ലാം കഠിനമായി ത്യാഗം ചെയ്തുകൊണ്ടാണ് അവിടെ നിൽക്കുന്നതിന് പുറത്തും അകത്തും ഇന്ത്യയിലെ ഒട്ടമാനെ വളരെയധികം ഫാൻ ബേസുള്ള ഒരു വ്യക്തി കൂടിയാണ് ഞങ്ങളുടെ രേണുസുതി. അപ്പോൾ എല്ലാവരും രേണുസുതിയെ സപ്പോർട്ട് ചെയ്യുക. പ്രവർത്തകരിൽ നിന്ന് നമുക്ക് വളരെയധികം അറിയാൻ കഴിഞ്ഞൊരു വേറൊരു കാര്യം, വൈൽഡ് കാർഡ് എൻട്രിയിൽ അകത്ത് കയറുന്നത് ഒന്നില്ലെങ്കിൽ ആറാട്ടണ്ണനായിരിക്കും, അല്ലെങ്കിൽ പെരേര ജോസ് ആയിരിക്കും എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത് രണ്ടുപേരും വരുമ്പോൾ മത്സരം വളരെ ശക്തമായ രീതിയിലായിരിക്കും. അപ്പോൾ ഞങ്ങൾ ആറാട്ടണ്ണൻ്റെ കൂടെ നിൽക്കും.